എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വാർത്ത എന്ന് പറഞ്ഞാൽ സത്യം എന്നല്ല അർത്ഥം എന്ന് നമ്മളിൽ പലരും തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ പറയാനുള്ള കാരണം നമ്മുടെ വയനാട്ടിൽ നടന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു കണക്ക് പുറത്തുവിടുകയും പിന്നീട് വാർത്താ ചാനലുകളിലൂടെ കേട്ടോ ഇത് നമ്മൾ കണ്ടത്. വാർത്താ ചാനലുകൾ തന്നെ ഇത് മാറ്റി പറയുകയുണ്ടായി. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ല അട്ടാറ് ചീത്തവിളിയുടെ മേളവും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെയ്തിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കോണെ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കുക. ഈ മുഖമിടയ്ക്ക് കാണണമെന്നൊരു പോരായ്മ മാത്രമേ വരത്തുള്ളൂ. അത് പോകെ ശീലമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശീലമാകുന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ ചാനലുകളിലെല്ലാം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് വയനാട്ടിൽ ഗവൺമെൻറ് ചിലവാക്കിയ ഫണ്ടിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടത് കൃത്യമല്ല എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നത്. കാരണം അതിന് 10 കോടി, ഇതിന് 15 കോടി, ഭക്ഷണം വാങ്ങിച്ചതിന് 10 കോടി എന്നൊക്കെ പറഞ്ഞ് വിട്ടിരുന്നു. അപ്പോൾ അത് ശരിയല്ല എന്നുള്ള കാര്യമാണ് ഈ വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഞാനും ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എനിക്ക് 2 കമൻറ്റുകൾ വന്നു കേട്ടോ. കുറച്ച് കമൻറ്റുകൾ വന്നു. അതിൽ 2 കമൻറ്റ് ഞാൻ വായിക്കാം. എടോ, വ്യൂസ് കിട്ടാനായി എന്തുളത്തരവും വീഡിയോ ആക്കരുത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ വേറൊരാൾ, അതെ ന്യൂസിൽ വന്നത് ഊളത്തരമാണ് എന്നിട്ട് എന്നെ പിടിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ചെയ്തതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, തംബ്നെയിൽ ഞാൻ ഇവിടെ വെക്കാം. ഞാൻ അതിനകത്ത് ഗവൺമെൻറ് അഴിമതി കാണിച്ചു എന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് വിറ്റ കണക്ക് തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. മിനിമം വീഡിയോ ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ കണ്ടിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഞാൻ അതിനകത്ത് ഈ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ നമുക്ക് വിശ്വസിക്കാവോ, ഇതിൽ എത്ര ശതമാനം ശരിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ചാനലുകളെയാണ് ഞാൻ വിമർശിച്ചിരിക്കുന്നത്. പക്ഷേ തംബ്നെയിലിനകത്ത് കണ്ടത് വെച്ചിട്ട് ഇവന്മാരങ്ങ് ചാമ്പുവാണ്. വീഡിയോ എന്താണെന്ന് പോലും അറിയാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പല ന്യൂസുകളും വരുന്നു. ഈ ന്യൂസുകളെല്ലാം ഈ വാർത്താ ചാനലുകൾ അവരെന്താണോ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ നമ്മളിലേക്ക് പറയുന്നു. നമ്മളിതെല്ലാം കേട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേനും നമുക്കത് പ്രശ്നങ്ങളാവുന്നു. നമുക്കെതിരെ ഗവൺമെൻറ് വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസുകൾ വരുന്നു എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർക്കിടയിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നു. അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്നും അഴിമതിയാണെന്ന് വാർത്താ ചാനലുകൾ പറയുന്നൊരു വാർത്ത പുറത്തു വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വന്ന് റിയാക്ട് ചെയ്തു, നമ്മുടെ അതുൽ ബ്ലോഗ്സ് വന്ന് റിയാക്ട് ചെയ്തു. കാരണം നമുക്ക് കിട്ടിയ വാർത്ത എന്താ, ഇത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കണ്ടൻറ്റ്, എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കണ്ടൻറ്റ്. ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഈ വാർത്തയുടെ വെളിച്ചത്തിൽ നമ്മൾ ഓരോന്ന് വിളിച്ച് പറയുന്നു. പിന്നീടൊരു സമയത്ത് ഇതിന്ന് അവർ മാറ്റി പറയുന്നു. എന്നിട്ട് അവർ നമ്മളെ ഇതിനകത്ത് പെടുത്തും. അവൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചു, ഇവൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ അതുൽ ബ്ലോഗ്സും സീക്രട്ട് ഏജൻറ്റും ഇതുപോലെ കുറേ റിയാക്ടേഴ്സ് ഈ വീഡിയോ റിയാക്ട് ചെയ്തു. അതിനുശേഷം ഇന്ന് പുതിയൊരു വാർത്ത വന്നു. അത് ഇന്നലെ തന്നെ വന്നു കേട്ടോ. അത് എസ്റ്റിമേറ്റഡ് കണക്കുകളായിരുന്നു ഗവൺമെൻറ് പുറത്തുവിട്ടത്. അതായത് ഇനി ഫ്യൂച്ചറിലും കൂടെ ചേർത്ത് അവിടേക്ക് ചിലവാക്കാൻ സാധ്യതയുള്ള ഫണ്ടുകളെല്ലാം കൂടെ ചേർത്ത് ഒരു എസ്റ്റിമേറ്റഡ് കണക്കായിരുന്നു അത് പുറത്തുവിട്ടിരുന്നത്. അവർ കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്നെ എസ്റ്റിമേറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിക്കാതെയാണ് ഈ വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. പിന്നീടൊരു സമയത്ത് ഇവരിത് മാറ്റി പറയുന്നുണ്ടോ, ഇത് വാർത്താ ചാനലുകൾ മാറ്റി പറയുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ചെറിയ ക്ലിപ്പിംഗ് ഞാൻ കാണിക്കാം, ഒന്ന് കാണുമോ? കണക്ക് സംബന്ധിച്ച് ഇന്നലെ 24 നൽകിയ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് അതിന്റെ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് സർക്കാർ മെമ്മോറാണ്ടത്തിൽ ഉൾക്കൊള്ളിച്ചത്. അത് ഇന്നലെ വാർത്താ ചാനലുകൾ വാർത്തകളായി കൊണ്ടുവന്നു. ആദ്യം ആ വാർത്ത 24 ആയിരുന്നില്ല കാര്യത്, പക്ഷേ പിന്നീട് 24 അത് ചെലവാക്കിയ തുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചെലവും കൂടി കണക്കാക്കി സാധാരണ രീതിയിൽ സർക്കാർ തയ്യാറാക്കുന്ന ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കി ആദ്യം ആ വാർത്ത തിരുത്തി കൊടുത്തത് 24 ആണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ സാറിന് ബബ്ബ അടിക്കുന്നുണ്ടോ? അതായത് ഈ ചാനലുകളെല്ലാം വാർത്താ ചാനലുകളെല്ലാം അവകാശപ്പെടുന്നത് അവരാണ് നമ്പർ 1 എന്നാണ്. ഏഷ്യാനെറ്റ് നോക്കിയാൽ അപ്പോൾ അവർ പറയും കേരളത്തിലെ നമ്പർ 1 ന്യൂസ് ചാനൽ, 24 ന്യൂസ് നോക്കിയാൽ പറയും കേരളത്തിലെ നമ്പർ 1 ന്യൂസ് ചാനൽ, റിപ്പോർട്ടർ നോക്കിയാൽ പറയും കേരളത്തിലെ നമ്പർ 1, മനോരമ നോക്കിയാൽ പറയും കേരളത്തിലെ നമ്പർ 1. ഇതിൽ ശരിക്കും ആരാണ് നമ്പർ 1 എന്ന് നമുക്കറിയില്ല.
അതേ സമയത്തിൽ ഒരു വാർത്ത അത് വരികയും ഈ ചാനലുകളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവരെല്ലാം പറയും ഞാനാണിത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ പറയും അവനെ ആദ്യം റിപ്പോർട്ട് ചെയ്തത്, അവൻ്റെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇതെന്താണ് ഇതിൻ്റെ ശാസ്ത്രമെന്ന് മനസ്സിലായിട്ടില്ല. അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതല്ല എൻ്റെ പ്രശ്നം. ഇത്തരത്തിലൊരു നെഗറ്റീവ് വാർത്ത വന്നു ഗവൺമെൻറ്റിനെതിരെ. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ളതും ഫേമസ് അല്ലാത്തതുമായ യൂട്യൂബേഴ്സ് എല്ലാം റിയാക്ട് ചെയ്തു. അതിനുശേഷം ഇത് എസ്റ്റിമേറ്റഡ് കണക്കാണെന്ന് പറഞ്ഞു തന്നു. കാരണം എല്ലാവരും ഒന്നും ന്യൂസ് കാണുന്ന ആളുകളല്ല. അപ്പോൾ നിങ്ങളെപ്പോലെ ആയാലും എന്നെപ്പോലെ ആയാലും എല്ലാവരും ന്യൂസ് കാണുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റിനെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ടാവും. അവർ മെജോറിറ്റി കറണ്ട് അഫയേഴ്സ് നോളജ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ നിന്നായിരിക്കും. അദ്ദേഹം എന്തുകൊണ്ട് അത് തിരുത്തി പറഞ്ഞൊരു മെസ്സേജ് ഇട്ടില്ല? അതാണ് എനിക്കതിനകത്ത് ഡാർക്ക് അടിച്ചൊരു സാധനം. കാരണം തൊടുന്നതിനും പിടിക്കുന്നതിനും ഒരു ഇല അനങ്ങി അവരെ റിയാക്ട് ചെയ്യുന്ന ഇവർ ഗവൺമെൻറ്റിനെതിരെ നെഗറ്റീവ് വന്നപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. നല്ല കാര്യം, ജനങ്ങളിലേക്ക് എത്തിക്കണം, നമ്മൾ പ്രതിഷേധിക്കണം. പക്ഷേ അത് തെറ്റാണ്. ആ വാർത്ത തെറ്റാണെന്നൊരു സാധനം വന്നപ്പോഴത്തേന് ഇവരെന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? മേ ബി വ്യൂസ് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. കാരണം കുറ്റം പറഞ്ഞെങ്കിലല്ലേ വ്യൂസ് കിട്ടത്തുള്ളൂ, നല്ല പറഞ്ഞാൽ വ്യൂസ് കിട്ടത്തില്ലല്ലോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ 2/27 വെനസ്ഡേ സെപ്റ്റംബർ 18 ഈ സമയം വരെ അവരാരും ഇത് തിരുത്തി വീഡിയോ ചെയ്തിട്ടില്ല. എനിക്കും അറിയാം ഈ വീഡിയോസിന് വലിയ വ്യൂസ് ഒന്നും പോകത്തില്ല. എന്തെങ്കിലും ഞാൻ വ്യൂസ് കയറാൻ വേണ്ടി തമ്നെയിൽ കണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് പോകും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായി നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, വാർത്ത എന്ന് പറയുന്നത് സത്യമെന്നല്ല അർത്ഥം. ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ ഒന്നും സ്പഷ്ടമായിട്ട് പറയുന്നത്. ആ വീഡിയോ അധികം വ്യൂ പോയിട്ടില്ലേ, 130 പേരെ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നും ആയിട്ടുമില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് തൊണ്ട വിഴുങ്ങാതെ അങ്ങ് ഇറക്കരുത്. അതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ളൊരു ശ്രമം നടത്തണം. നിങ്ങൾ മറ്റൊരാളിലേക്ക് ഈ വാർത്ത പാസ് ചെയ്യുമ്പോഴത്തേനും അവരുടെ അഭിപ്രായമായി തന്നെ പറയണം. നിങ്ങളറിഞ്ഞ് നിങ്ങൾ ആധികാരികമായി പറയില്ല. കാരണം ഇതൊന്നും, ഈ വാർത്തകൾ യൂട്യൂബേഴ്സ് എങ്ങനെ വ്യൂസിന് വേണ്ടി ഓടുന്നു അതുപോലെ തന്നെയാണ് ഈ വാർത്താ ചാനലുകളും. അവരുടെ ചാനലിൽ ആദ്യം വന്നു, അവരുടെ ചാനൽ ആദ്യം കാണണം എന്നുള്ള രീതിയിൽ അവരെടുക്കുന്നു. അതുകൊണ്ട് ഇവർ പൂർണ്ണമായിട്ടും സ്റ്റഡി ചെയ്യാതൊക്കെയാണ് ഇത് വെച്ച് ചാമ്പുന്നത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ പത്രമാധ്യമങ്ങളുടെ കയ്യിൽ നിന്നും. ഒരു ന്യൂസ് കേട്ടപ്പോഴെടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ അഫക്റ്റഡ് ആയിട്ടുണ്ട് ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അനുഭവം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു വാർത്ത നിങ്ങൾ കേട്ട് വിശ്വസിച്ചു അതിനുശേഷം അത് തിരുത്തി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നാക്ക് മൊത്തം തെറ്റുന്നല്ലോ, ഓണത്തിൻ്റെ ഹാങ് ഓവറാണെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.